ഓക്കെ, സ്പിരിച്വൽ ഗിഫ്റ്റ് ഇതിനെക്കുറിച്ച് അതിൽ ഒരു ഡെഫിനിഷന് ചാൾസ് വിൻഡോൾ എന്ന് പറഞ്ഞൊരു ഓതർ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, സ്പിരിച്വൽ ഗിഫ്റ്റ് ഇസ് എ സ്കിൽ ഓർ എബിലിറ്റി ദാറ്റ് എനേബിൾസ് ഈച്ച് ക്രിസ്ത്യൻ ടു പെർഫോം എ ഫംഗ്ഷൻ ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് വിത്ത് ഈസ് ആൻഡ് എഫക്റ്റീവ്നെസ്. അതായത് ഓരോ ക്രിസ്ത്യാനിക്കും ക്രിസ്തുവിന്റെ ശരീരത്തിൽ എളുപ്പത്തിലും ഫലപ്രദമായും ഒരു ധർമ്മം നിർവഹിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു കഴിവോ വൈദഗ്ധ്യമോ ആണ് ആത്മീയവരം. ആമേൻ. അപ്പൊ ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായി നൽകുന്നതാണ്. ഈ ഈ വരം നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവഹിതപ്രകാരം നമ്മൾ സഭയിൽ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അത് ഫലപ്രദമായിട്ട് ചെയ്യാനുള്ള ശക്തിയും ബലവും എല്ലാം ആണ് വരം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ചാൾസ് സ്റ്റാൻലിയുടെ പുസ്തകം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചിരുന്നു. അതിലൊരു കോട്ട് ആണ് ഞാൻ വായിക്കുന്നത്. ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലെ അംഗമെന്ന നിലയിൽ ഒരു പ്രത്യേക സേവനത്തിൽ ഫലപ്രദമായും ഗണ്യമായും പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ വേല ചെയ്യാൻ ദൈവം നൽകുന്ന ഒരു പ്രത്യേക കഴിവാണ് ആത്മീയ വരം അല്ലെങ്കിൽ ദാനം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ലാത്ത എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളെ യോഗ്യരാക്കുന്ന ഒരു പ്രത്യേക കഴിവാണിത്. ആത്മാവിന്റെ ദാനങ്ങൾ നിങ്ങൾക്കുള്ള സ്വാഭാവിക കഴിവുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആത്മാവ് നിറഞ്ഞ ജീവിതം മറ്റു വിശ്വാസികളുമായി പരസ്പര ആശ്രിതത്വമുള്ള ഒരു ജീവിതമാണ്. ആമേൻ. അപ്പൊ ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, വരങ്ങളെക്കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മുമ്പ് നമ്മൾ പഠിച്ചു പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് അനേകം കാര്യങ്ങളുണ്ടെങ്കിലും അത് ഒന്നായിട്ടാണ് വരുന്നത്. അത് ഫലം എന്നാണ് പറയുന്നത്, ഫലങ്ങൾ എന്നല്ല. പക്ഷേ വരങ്ങളെ കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്തമായ വരങ്ങൾ, അത് പ്ലൂറലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതെല്ലാവർക്കും, ഈ വരങ്ങൾ എല്ലാവർക്കും എല്ലാ വരങ്ങളും ഒരാൾക്കും ഉണ്ടാവത്തില്ല. ഒന്നിലധികമോ വരങ്ങൾ ദൈവം ഒരുപക്ഷെ ഓരോരുത്തർക്കും നൽകിയെന്ന് വരും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇത് നമ്മുടെ കഴിവോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ ജന്മനോ ഉള്ള വാസനകളോ അതൊന്നുമല്ല, അത് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ മുമ്പ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കാൻ തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന കഴിവല്ല. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം നമുക്ക് ഉണ്ടാകുന്ന കഴിവുകളാണ് ഈ വരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പല ആൾക്കാരും ഇത് ഈ പരിശുദ്ധാത്മാവിന്റെ വരത്തെയും സ്വാഭാവികമായിട്ടുള്ള പല കഴിവുകളെയും തമ്മിൽ മിക്സപ്പ് ചെയ്യോ അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ അത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാതെ, വേർതിരിച്ച് കാണാതെ പലപ്പോഴും പെരുമാറാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, പല ആൾക്കാർക്കും നമുക്കറിയാം, ചില ആൾക്കാർക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള വാസനകൾ ഉണ്ട്. അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് ജന്മന ആൾക്കാർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ചില ആൾക്കാർ എക്സ്ട്രോവേർട്സ് ആണ്, അതായത് പെട്ടെന്ന് എവിടെ ചെന്നാലും വളരെ ഉത്സാഹത്തോടു കൂടി ആൾക്കാരെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാനായിട്ട് കഴിയുന്ന ആൾക്കാരുണ്ട്, എക്സ്ട്രോവേർട്സ് എന്ന് പറയും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സഭയിൽ വരുമ്പോഴാണെങ്കിൽ അവർ ചിലപ്പോൾ പെട്ടെന്ന് ലീഡർഷിപ്പോ അതുപോലെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയെന്ന് വരാം, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് മറ്റുള്ളവർ കരുതിയെന്ന് വരാം. പക്ഷെ അത് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ വരം അയാൾക്കുണ്ടോ എന്ന് നോക്കാതെ പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം നാച്ചുറൽ ആയിട്ടുള്ള ചില കഴിവുകളെ ആൾക്കാർ പരിശുദ്ധാത്മാവിന്റെ വരം എന്ന് കരുതി തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കേണ്ടത്. ആമേൻ. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം നൽകുന്ന ഓരോ വാസനയും കഴിവും എല്ലാം ദൈവം തരുന്ന ദാനം തന്നെയാണ്. ഓക്കെ, അതും ആ കാര്യങ്ങളും നമ്മൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം, ദൈവവേലയ്ക്കായിട്ട് സഭയുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണം. പക്ഷേ ഇത് തമ്മിൽ മിക്സപ്പ് ആവരുത്, ഇത് തമ്മിൽ നമുക്ക് സംശയം നമുക്ക് തോന്നാനായിട്ട് പാടില്ല. ആമേൻ. അപ്പോൾ ഒരു കാര്യം, ഇത് 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ 7-11 വാക്യം മാത്രം ഞാൻ വായിക്കാം. അതിനിടയ്ക്ക് മധ്യത്തിൽ ബാക്കി അവിടെ കൊടുത്തിരുന്ന കൊരിന്ത്യയിലുള്ള സഭയ്ക്കുള്ള പലർക്കും ഉണ്ടായിരുന്ന പല ദാനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 2 കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, now to each one the manifestation of the spirit is given for the common good. അതായത് പൊതു നന്മ ഉദ്ദേശിച്ച് ആണ് ഓരോ വ്യക്തിക്കും ആത്മാവിന്റെ ദാനം നൽകിയിരിക്കുന്നത്. ആമേൻ. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാവുന്ന ദാനമല്ല, ഇത് നമ്മുടെ ഗുണത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ടുള്ളതല്ല, പൊതു നന്മയ്ക്ക് വേണ്ടി, അതായത് സഭയുടെ പൊതു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഉള്ള ഓരോ വ്യക്തിക്കും ആത്മാവിന്റെ ദാനം നൽകിയിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ സ്വന്തം നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല. രണ്ടാമത്തെ കാര്യം, എല്ലാവർക്കും, ഇതിലാണ് പറയുന്നത് ഓരോ വ്യക്തിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഓരോ ശിഷ്യനും, നമ്മൾ ആരെല്ലാം
വിശ്വാസത്തിൽ യേശുവിനെ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടോ ആ പറയുന്ന സകല ശിഷ്യന്മാർക്കും നൽകിയിട്ടുള്ള കാര്യമാണ് ആത്മാവിന്റെ ദാനം. 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇവയെല്ലാം തന്നെ ഒരേ ആത്മാവിന്റെ പ്രവർത്തനമാണ്, അവിടുത്തെ ഹിതാനുസരം ഓരോരുത്തർക്കും അവ വിതരണം ചെയ്യുന്നു. ആമേൻ. അപ്പം ഈ വരങ്ങളെല്ലാം തന്നെ ആത്മാവിന്റെ പ്രവർത്തനമാണ്, അതായത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അത് എങ്ങനെ നൽകുന്നു? പരിശുദ്ധാത്മാവിന്റെ ഹിതാനുസരണം ഓരോരുത്തർക്കും അത് വിതരണം ചെയ്യുന്നു. അപ്പൊ നമ്മളാരും ചോദിച്ചു വാങ്ങുന്നതല്ല, അല്ലെങ്കിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ദൈവം തീരുമാനിച്ച്, പരിശുദ്ധാത്മാവ് നമ്മൾ വന്നിട്ട് പരിശുദ്ധാത്മാവ് തീരുമാനിക്കും ആർക്ക് എന്ത് വരം കൊടുക്കണം എന്നുള്ളത്. അത് നമ്മുടെ ആരുടെയും തീരുമാനമല്ല, അത് പരിശുദ്ധാത്മാവിന്റെ തീരുമാനമാണ്. ആമേൻ. അടുത്തൊരു കാര്യം, ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ചർച്ച് ഇസ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ് വെയർ എവറി മെമ്പർ ഹാസ് ബീൻ ഗിവൺ വേരിയസ് സ്പെസിഫിക് റോൾസ് ഓർ ഡിസ്റ്റിങ്ക്വിഷ്ഡ് റോൾസ്. അതായത് സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്, അവിടെ ഓരോ അംഗത്തിനും ദൈവം നൽകിയ പങ്ക് വഹിക്കാനുണ്ട്. ആമേൻ. അപ്പൊ അതിലൂടെ നമ്മൾ ഓരോരുത്തരും നമുക്ക് നൽകിയ പങ്ക് വഹിക്കുന്നതിലൂടെ യഥാർത്ഥ ക്രിസ്തുവിന്റെ ശരീരമായിട്ട് സഭ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം നമ്മൾ ഓർക്കണം, സകല വരങ്ങളും നിറഞ്ഞവനായിട്ട് ഒരേ ഒരാളും ഉണ്ടായിരുന്നു, യേശു ക്രിസ്തു. ആമേൻ. അപ്പൊ യേശുവിന്റെ മനുഷ്യരൂപത്തിൽ ജീവിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും യേശുവിന് ചെയ്യാൻ സാധിച്ചു. പക്ഷെ യേശു ഈ ലോകം വിട്ടുപോയപ്പോൾ യേശു സഭ സ്ഥാപിച്ചു. സഭയിൽ ഒരു വ്യക്തിക്കും സകല വരങ്ങളും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് സഭയിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ വരങ്ങൾ നൽകിയിട്ട് യേശു എന്താണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് സഭയെ ശരീരമായിട്ട് താരതമ്യം ചെയ്ത് പലപ്പോഴും പറയുന്നത്. കാരണം ഒരു ശരീരത്തിൽ പല അവയവങ്ങൾ ഉള്ളതുപോലെ ഓരോ അവയവത്തിനും വ്യത്യസ്തമായ ഫങ്ഷൻസ് ഉള്ളതുപോലെ ദൈവത്തിന്റെ ശരീരം, യേശുവിന്റെ ശരീരമായ സഭയിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ വരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ആ വരങ്ങൾ എല്ലാവരും അത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം. ആമേൻ. അപ്പോൾ 1-2 കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതിനെക്കുറിച്ച്. ഒന്നാമത്തെ കാര്യം, ഇത് വരമാണ് അല്ലെങ്കിൽ ദാനമാണ്. അതുകൊണ്ട് നമുക്ക് ചോദിച്ചു മേടിക്കാൻ പറ്റില്ല, നമ്മൾ സ്വീകരിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മൾ വേല ചെയ്ത് സമ്പാദിക്കാനോ ചോദിച്ചു വാങ്ങാനോ സാധിക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ നമ്മൾ ചോദിച്ചു വാങ്ങുന്ന വെച്ചാൽ എന്താണ്? നമ്മൾ പ്രാർത്ഥിച്ച് എനിക്ക് ഈ വരം ഉണ്ടാകണേന്ന് നമ്മൾ പ്രാർത്ഥിച്ച് വാങ്ങാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, നേരെ തിരിച്ച് പരിശുദ്ധാത്മാവിന്റെ ഫലം തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സഹായത്താൽ യേശുവിൽ ആയിരിക്കുമ്പോൾ, യേശുവിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനെ ദൈവത്തോട് ചോദിച്ചു വാങ്ങുന്ന കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ഇതൊരു പ്രതിഫലവും അല്ല, നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്തുകൊണ്ട് കിട്ടുന്ന ഒരു പ്രതിഫലവും അല്ല. തീർച്ചയായിട്ടും ദൈവം തരുന്ന ദാനമാണ്. അതുപോലെ ഓരോ ശിഷ്യനും ഒരു ദാനമെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാ ശിഷ്യന്മാർക്കും ദാനമുണ്ട്, അല്ലെങ്കിൽ ഒരു വരം ഉണ്ടാവും. ഒന്നോ ചിലപ്പോൾ ഒന്നിലധികം ഉണ്ടാവും. അപ്പൊ എല്ലാ ശിഷ്യന്മാർക്കും ആത്മാവിനാൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ വരം ലഭിക്കുന്നു. പിന്നെ ദൈവം നമ്മളെ എല്ലാവരും മക്കളായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? നമ്മൾ ഒരു ഫേവറിറ്റിസം കാണിക്കുന്നവനല്ല ദൈവമായ നമ്മുടെ പിതാവ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? എല്ലാവർക്കും ദാനങ്ങൾ നൽകുന്നു. ആമേൻ. അപ്പൊ നമുക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ ദാനങ്ങളുണ്ട്. എല്ലാവർക്കും ഒരേ ദാനമല്ല, പലർക്കും വ്യത്യസ്തമായ ദാനങ്ങളാണ്. ഈ കാര്യം നമ്മൾ ഓർക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇത് പരിശുദ്ധാത്മാവിന്റെ ദാനം ആയതുകൊണ്ട് ഒന്ന് മറ്റതിനേക്കാൾ വലുതെന്നോ പ്രധാനപ്പെട്ടതെന്നോ എന്ന് കരുതാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഒരാൾക്കൊരു ദാനം ഉള്ളത് കണ്ടിട്ട് നമ്മൾ അസൂയപ്പെട്ട് എനിക്കും അത് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കാനോ ഒന്നും പാടില്ല. പകരം എന്ത് ചെയ്യും? ദൈവം തീരുമാനിച്ച് നൽകുന്നതാണ്. നമുക്ക് കിട്ടിയതിൽ നമ്മൾ സംതൃപ്തരാകുകയും കിട്ടിയ വരം നമ്മൾ ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യണം. ഒന്നാമത്തെ കാര്യം. വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ആരാണ് ഇത് നൽകുന്നത്? പരിശുദ്ധാത്മാവാണ് നൽകുന്നത്. പരിശുദ്ധാത്മാവായ ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം ആർക്ക് കൊടുക്കണമെന്നും എന്ത് ദാനം അല്ലെങ്കിൽ എന്ത് വരം കൊടുക്കണമെന്നും പരിശുദ്ധാത്മാവ് തീരുമാനിക്കുന്നു. നമ്മുടെ ആരുടെയും തീരുമാനമല്ല. അതുപോലെ വരങ്ങളും താലന്തുകളും ഒന്നല്ല. അതായത് താലന്ത് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ പറഞ്ഞ പോലെ വാസനകൾ, പാട്ടുപാടാനുള്ള വാസനയോ അല്ലെങ്കിൽ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാനോ മോട്ടിവേഷൻ ചെയ്യാനോ അങ്ങനെയുള്ള പല പല തരത്തിലുള്ള വാസനകൾ ഉണ്ടാവാം. പക്ഷെ അത്തരം വാസനകൾ അല്ല പരിശുദ്ധാത്മാവിന്റെ ദാനം അല്ലെങ്കിൽ വരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ മിക്സപ്പ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ വരങ്ങൾ എന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിയിലൂടെ ആത്മാവിന്റെ ശക്തിയുടെ പ്രകടനമാണ്. അല്ലാതെ ആ വ്യക്തി കഴിവുള്ളതോ നല്ലതോ ആയ എന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ചല്ല. ആമേൻ. അപ്പൊ നമ്മൾ പലപ്പോഴും ചില ആൾക്കാർ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിന്റെ ദാനം ഉപയോഗിച്ച് ആൾക്കാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നെങ്കിൽ ഇതെന്റെ കഴിവല്ല, പരിശുദ്ധാത്മാവിന്റെ ദാനമാണ്.
അപ്പൊ എന്നെ പ്രകീർത്തിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്നെ പ്രൈസ് ചെയ്യുകയോ ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ആരെങ്കിലും ഒരു കാര്യം ചെയ്താൽ നമ്മൾ ദൈവത്തെയാണ് മഹത്വപ്പെടുത്തേണ്ടത്, ആ വ്യക്തിയെ അല്ല. അത് കാരണം അയാളുടെ കഴിവുകൊണ്ടല്ല അത് ചെയ്യുന്നതെന്നുള്ള ഓർമ്മ നമുക്കുണ്ടാവണം. ആമേൻ. അതുപോലെ ക്രിസ്തുവിന്റെ ശരീരത്തിന് വേണ്ടി ദൈവത്തിന്റെ വേല ഫലപ്രദമായി ചെയ്യാനുള്ള ആത്മാവിനാൽ പ്രാപ്തമാക്കപ്പെട്ട കഴിവുകളാണ് ഇവ. ആമേൻ. അപ്പൊ ഇത് പരിശുദ്ധാത്മാവിന്റെ വരം നമ്മൾ ദൈവത്തിന്റെ ശരീരമാകുന്ന സഭയുടെ ഉന്നമനത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനുവേണ്ടി നൽകിയിരിക്കുന്ന വരങ്ങളാണ്. ആമേൻ. So remember that these gifts are given at the spiritual birth, when we are born of the Spirit. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ടപ്പോൾ നമുക്ക് നൽകിയ ഗിഫ്റ്റുകളാണ്. സോ ജന്മസമയത്ത് സ്വാഭാവിക പ്രതിഭകൾ ഉണ്ടെങ്കിലും, അതായത് മുമ്പേ പറഞ്ഞ പോലെ പാട്ട് പാടാനോ മറ്റു പല കഴിവുകളും നമുക്കുണ്ടെങ്കിലും പിന്നീട് മാത്രമേ നമ്മൾ അത് തിരിച്ചറിയാറുള്ളൂ, അല്ലേ? ഇതിപ്പോൾ നമ്മൾ പാട്ട് പാടാനുള്ള കഴിവ്, ഒരു കുട്ടി ജനിച്ച പാടെ പാട്ട് പാടിക്കൊണ്ടല്ല വരുന്നത്, അല്ലേ? വർഷങ്ങൾക്ക് ചിലപ്പോൾ ശേഷമായിരിക്കും. ചില ആൾക്കാർ പടം വരയ്ക്കാനോ അതുപോലെ പല പല കഴിവുകളും അവർ ജന്മന ഉണ്ടായിരുന്നു, പക്ഷേ അത് അവർ കണ്ടുപിടിച്ചത് വർഷങ്ങൾക്ക് ശേഷമാണ്. എന്ന് പറഞ്ഞതുപോലെ ആത്മീയ ദാനങ്ങൾ നമ്മൾ വീണ്ടും ജനിക്കുന്ന സമയത്ത് നടുന്ന വിത്തുകൾ പോലെയാണ്. ചിലർക്ക് നേരത്തെ മുളയ്ക്കും, മറ്റുള്ളവരിൽ പിന്നീട് അത് ഉയർന്നു വരും, അല്ലെങ്കിൽ മറ്റുള്ളവർ പിന്നീടായിരിക്കും അത് കണ്ടുപിടിക്കുന്നത് എനിക്ക് ഈ ഗിഫ്റ്റ് ഉണ്ട് എന്നുള്ളത്. ആമേൻ. പക്ഷെ എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട്. നമ്മൾ ആത്മീയമായി ജനിക്കുന്ന സമയത്ത് തന്നെ ദൈവം നൽകിയതാണ്. പക്ഷെ അത് നമ്മൾ കണ്ടുപിടിക്കുകയും അത് ദൈവഹിത പ്രകാരം ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആമേൻ. സോ വേറൊരു കാര്യം നമ്മൾ ഓർക്കണം, പല ആൾക്കാരും ഈ ആത്മീയ വരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്കറിയാം, ഈ ആത്മീയ വരങ്ങൾ പലപ്പോഴും നമ്മൾ ആ വരങ്ങൾ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് ആൾക്കാർ ചിലപ്പോൾ പ്രശംസിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രശംസയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഈ വരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചതുപോലെ നമ്മളെ ദൈവം കണക്കാക്കുന്നത് എങ്ങനെയാണ്? ദൈവം നമ്മളെ വാല്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ വരങ്ങൾ ഉപയോഗിച്ചല്ല, എത്ര വരം ഉണ്ടെന്നോ ഉള്ളതായിട്ടല്ല, പകരം നമ്മുടെ ഫലങ്ങൾ, ആത്മാവിൻ്റെ ഫലം നമ്മളിലുണ്ടെങ്കിൽ അത് കണ്ടിട്ടാണ് നമ്മളെ ദൈവം വില കൽപ്പിക്കുന്നത്. അതുപോലെ നമ്മളും നമ്മളൊരു ശിഷ്യനാണെന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് ഈ വരങ്ങളല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ആത്മാവിൻ്റെ ഫലമാണ് നമുക്ക് മുഖ്യമായിട്ട് നമ്മൾ ഉണ്ടായിട്ട് കരുതേണ്ടത്. ആമേൻ. അപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരാൾക്ക് ആളുകളെ സഹായിക്കുന്ന ഒരു മഹാനായ സേവകനോ അല്ലെങ്കിൽ വചനത്തിന്റെ അത്ഭുതകരമായ പ്രസംഗകനോ പ്രചോദനാത്മകമായ നായകനോ ആകാം. എന്നാൽ അതേസമയം അയാൾ അത്യാഗ്രഹിയോ അക്ഷമനോ പരുഷനോ സ്വാർത്ഥനോ അസാൻമാർഗികയോ ആകാൻ സാധ്യതയുണ്ട്. ആമേൻ. അപ്പൊ അതുകൊണ്ട് വരമുള്ളത് കൊണ്ട് മാത്രം എനിക്ക് ഈ വരമുണ്ട്, അതുകൊണ്ട് എനിക്ക് സഭയിൽ വലിയ സ്ഥാനം വേണം എന്നൊക്കെ പറയുന്നത് വലിയ മണ്ടത്തരമാണ്. അങ്ങനെ പറയുന്ന ആൾക്ക് ആത്മാവിന്റെ ഫലമേ ഇല്ല. ആത്മാവിന്റെ ഫലമില്ലാതെ ആത്മാവിന്റെ വരത്തെ ഉപയോഗിക്കാൻ അനുവദിച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർ സഭയെ തന്നെ നശിപ്പിക്കാൻ ഇടയാവും. അവർക്ക് ദൈവം നൽകിയ വരമാണ്, പക്ഷെ അവര് ആ ഫലമില്ലാതെ, ആത്മാവിന്റെ ഫലം ഇല്ലാതെ വരങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രയോജനത്തിന് പകരം നാശത്തിലേക്കും പോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഉണ്ടാകാനായിട്ട് പാടില്ല. അതുപോലെ നമുക്ക് എപ്പോഴും നമ്മൾ ഓർക്കണം, വരം ദൈവം തന്നതാണ്, അതിന് മഹത്തരമാണ്. പക്ഷെ അത് ദൈവമഹത്വത്തിന് വേണ്ടി വേണം ഉപയോഗിക്കാൻ, അല്ലാതെ നമുക്ക് ഫേമസ് ആകാനോ നമുക്ക് പേരോ പെരുമയോ കിട്ടാൻ വേണ്ടി നമ്മളത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ആമേൻ. സോ ഗിഫ്റ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്, ബട്ട് വൺ വിത്ത് ദ ഗിഫ്റ്റ് മസ്റ്റ് ഓൾസോ ഹാവ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. അതായത് വരങ്ങൾ പ്രധാനമാണ്, അത് പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനമാണ്. എന്നാൽ വരമുള്ള ഒരാൾക്ക് ആത്മാവിന്റെ ഫലവും ഉണ്ടായിരിക്കണം. എന്നാലേ ആ വ്യക്തിയെ കൊണ്ട് പ്രയോജനം ശരിയായ രീതിയിൽ ഉണ്ടാകത്തുള്ളൂ. ഉദാഹരണത്തിന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണാൻ സാധിക്കും, സഭയിൽ വിധവകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അപ്പോസ്തലന്മാർ 7 ഡീക്കൻസിനെ തെരഞ്ഞെടുത്തു, 7 പേരെ തെരഞ്ഞെടുത്തു. എങ്ങനെയുള്ളവരായിരുന്നു? ആത്മാവിനാൽ നിറഞ്ഞവരായ. അപ്പൊ നമ്മുടെ ദൃഷ്ടിയിൽ ഒരു നിസ്സാരമായ കാര്യമായിരിക്കാം വിധവകൾ ഭക്ഷണം വിളമ്പുക എന്നുള്ളത്, ഒരു വെയിറ്ററായിട്ട് ജോലി ചെയ്യുക എന്നുള്ളത്. പക്ഷെ അതിന് പോലും ആത്മാവിൽ നിറഞ്ഞവരെയാണ് അപ്പോസ്തലന്മാർ തെരഞ്ഞെടുത്തത്. അവിടെ ആത്മാവിൽ നിറഞ്ഞവരെന്താ ഉദ്ദേശിച്ചത്? ആത്മാവിന്റെ ഫലത്താൽ നിറഞ്ഞവർ. അത് കണ്ടാൽ, അവരുടെ ജീവിതം കാണുമ്പോൾ അവരിൽ താഴ്മയും സ്നേഹവും അല്ലെങ്കിൽ നന്മകളെല്ലാം, യേശുവിന്റെ നന്മകൾ നിറഞ്ഞവരെ ആണ് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തത്. ആമേൻ. അപ്പോൾ 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു,
വീണ്ടും നമ്മൾ മുമ്പേ വായിച്ച കാര്യമാണ്. പൊതു നന്മ ഉദ്ദേശിച്ചാണ് ഓരോ വ്യക്തിക്കും ആത്മാവിന്റെ ദാനം നൽകിയിരിക്കുന്നത്. ആകയാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടും. ഏമേ. അതുപോലെ ആത്മാവിന്റെ വരങ്ങൾ നൽകുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ആ കാര്യം നമ്മൾ ഓർക്കണം. എല്ലാവരുടെയും നേട്ടത്തിന് വേണ്ടിയാണ്. അതായത് വ്യക്തിപരമായ സംതൃപ്തിക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ആരുടെയും വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല. ഇത് സഭയുടെ ഉന്നമനത്തിനും നന്മയ്ക്കും പൊതു നന്മയ്ക്കും വേണ്ടിയിട്ടാണെന്നുള്ളത് ഓർക്കുക. ആമേൻ. അപ്പൊ അതുപോലെ ദേ ആർ ഗിവൺ ടു എനേബിൾ us ടു ഫുൾഫിൽ അവർ ഗോഡ് ഗിവൺ റോൾ ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതായത് ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ ദൈവം നമുക്ക് നൽകിയ പങ്ക് നിറവേറ്റാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ആമേൻ. സോ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ വരങ്ങൾ നമുക്ക് നൽകുന്നത്? ഒരു കാര്യം കൂടെ ഓർക്കുക. ദൈവത്തിന്റെ സഭ മൂപ്പന്മാരോ അല്ലെങ്കിൽ സുവിശേഷകരോ എൽഡേഴ്സോ ഇവാഞ്ചലിസ്റ്റോ നേതൃത്വം നൽകുന്ന ഒരു സ്വേച്ഛാധിപത്യമല്ല. അതുപോലെ തന്നെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ജനാധിപത്യമോ അല്ല. ഇത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന യേശു ശിരസ്സായിട്ടുള്ള സമൂഹമാണ്. അപ്പൊ അവിടെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പൊതു അഭിപ്രായത്തിന്റെ പ്രകാരമല്ല, ദൈവഹിതപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടത്തേണ്ടത്. അത് ദൈവഹിതപ്രകാരം നമ്മൾ നടത്തണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവഹിതം എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു പക്വത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ആമേൻ. സോ പിന്നീട് ഒരു കാര്യം, God organized the church as a body with Christ as the head and every Christian as part of the body. അപ്പൊ ഇത് ഒരാളുടെ പ്രവൃത്തി അല്ല, അല്ലെങ്കിൽ ഒരു ഡെമോക്രസി അല്ല. പക്ഷെ സഭയെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു ശരീരം എന്നുള്ള രീതിയിലാണ്. ക്രിസ്തുവിനെ ശിരസായും ഓരോ ക്രിസ്ത്യാനിയെയും ആ ശരീരത്തിന്റെ ഭാഗമായിട്ടുമാണ് യേശു സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തികളും അവർ ചെയ്യേണ്ട വേല ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ സഭ ശരിയായ രീതിയിൽ മുന്നേറാനായിട്ട് സാധിക്കത്തുള്ളൂ. ആമേൻ. So when members are spiritual, they will be more involved in serving the body of Christ. അതായത് സഭയിലുള്ള ഓരോ അംഗങ്ങളും ആത്മീയരായിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന വരങ്ങൾ ദൈവമഹത്വത്തിന് വേണ്ടി, സഭയുടെ ഉന്നമനത്തിന് വേണ്ടി അവരെല്ലാവരും ഉപയോഗിച്ച് സേവ ചെയ്യുന്നവരാകും. ആമേൻ. അപ്പൊ ഓരോ വ്യക്തികളുടെയും ആത്മീയത അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന വരം ഉപയോഗിച്ച് സേവിക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും സേവിക്കുന്നവരായി തീരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. അപ്പൊ പ്രവർത്തനക്ഷമമായ ഭാഗങ്ങളുള്ള ആരോഗ്യമുള്ള ശരീരം വികസിപ്പിക്കുന്നതിനാണ്, ആ രീതിയിൽ ആയിത്തീരാൻ വേണ്ടിയിട്ടുള്ള സഹായത്തിനാണ് ദൈവം വരങ്ങൾ നൽകിയിരിക്കുന്നത്. ആമേൻ. അപ്പൊ ഓരോ വ്യക്തിക്കും കൊടുത്തിരിക്കുന്ന വരങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഇപ്പൊ ഒരു ഉദാഹരണം, ഇപ്പൊ ഈ ചാൾസ് സ്റ്റാൻലി ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഉദാഹരണം നമുക്ക് കാണാം. ഒരു ഉദാഹരണത്തിന് നമ്മുടെ സഭയിൽ ആരെങ്കിലും ഒരു സിസ്റ്ററെ ഹസ്ബൻഡ് മരിച്ചു. ആ സമയത്ത് കരുണ എന്നുള്ള അല്ലെങ്കിൽ മേഴ്സി എന്നുള്ള ഗിഫ്റ്റുള്ള ആൾക്കാർ അവളെ ആശ്വസിപ്പിക്കാനും കൂടെ പ്രാർത്ഥിക്കാനും അവളുടെ വിഷമങ്ങളും വേദനകളും കേൾക്കാനും ഒക്കെ അവളോട് ചേർന്ന് അവളെ ആശ്വസിപ്പിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ ഗിഫ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉള്ള ആൾക്കാർ അവരെന്ത് ചെയ്യും? മറ്റ് ഫ്യൂണറലിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ സർവീസ് അല്ലെങ്കിൽ സേവനത്തിന്റെ വരമുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഭക്ഷണം ഒരുക്കാനോ അവൾക്കോ അവളുടെ കുടുംബത്തിനോ വേണ്ട ഭക്ഷണമോ മറ്റു കാര്യങ്ങളോ എല്ലാം ഒരുക്കി അവരെ സമാധാനത്തിൽ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ആകുലപ്പെടാത്ത രീതിയിൽ അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറാവും. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ എന്ത് പറ്റും? ഓരോരുത്തരും ചേർന്ന് അവരവർക്ക് കിട്ടിയിരിക്കുന്ന ആ വരങ്ങൾ ഉപയോഗിച്ച് അവിടെ ആ വ്യക്തിയെ സഹായിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ നടക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാവുകയും ചെയ്യും. ആ വ്യക്തിക്ക് വേണ്ട സഹായങ്ങൾ വേണ്ട രീതിയിൽ ലഭിക്കാനും സാധിക്കും. അപ്പോൾ ഒരാൾക്കോ ഒരു ലീഡറിനോ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധ്യമല്ല. അങ്ങനെ നമ്മൾ ആരിൽ നിന്നെങ്കിലും പ്രതീക്ഷിക്കുന്നത് എങ്കിൽ നമ്മളത് വലിയ മണ്ടത്തരമാണ്. ആമേൻ. അപ്പോൾ ഒരാൾക്കും എല്ലാ വരങ്ങളും ഇല്ല. സഭയിൽ ദൈവം ഒരാളും ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പകരം എന്ത് ചെയ്യണം? ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന വരൻ ദൈവമഹത്വത്തിന് വേണ്ടി വിനിയോഗിച്ച് സേവിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നോ വൺ ഷുഡ് ബി ആൻ സ്പിരിച്വൽ ഐലൻഡ് ബീങ് ടു ബിസി ഓർ അൺവില്ലിംഗ് ടു വർക്ക് ടുഗദർ. അപ്പൊ പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്നത്, ഈ വരങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് നമ്മൾ ആരും ഒറ്റയ്ക്ക് ഒരു ദ്വീപായിട്ട് ഒറ്റയ്ക്ക് തിരക്കുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകാത്തവരോ ആയിക്കൂടാ. പകരം എന്ത് ചെയ്യണം? നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ ശരീരത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കാൻ പാടില്ല.
ഈ തിരക്കുകളൊന്നും. നമ്മൾ സമയം ഉണ്ടാക്കാനായിട്ട്, ദൈവത്തിന്റെ വേലയ്ക്കായിട്ട്, ദൈവസഭയുടെ ഉന്നമനത്തിനായിട്ട് നമ്മൾ എല്ലാവരും സേവ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തി നമുക്ക് തന്ന വരങ്ങൾ വിനിയോഗിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. അതുപോലെ ദൈവത്തിന്റെ വേലയിലുള്ള നിങ്ങളുടെ ഇടപെടലിന് നിങ്ങളുടെ ലൗകിക പ്രവർത്തനങ്ങൾ സെക്കൻഡറി ആയിരിക്കണം, രണ്ടാമത്തെ കാര്യമായിരിക്കണം, അല്ലെ ദ്വിതീയമായിരിക്കണം. പ്രധാനപ്പെട്ട കാര്യം ദൈവവേല ചെയ്യുക എന്നുള്ളതായിരിക്കും. ആമേൻ. 1 പത്രോസ് 4-ാമത്തെ അധ്യായം 10-11 വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു. നമുക്ക് വായിക്കാം. ദൈവത്തിൽ നിന്ന് ലഭിച്ച വിവിധ കൃപാദാനങ്ങളുടെ നല്ല കാര്യസ്ഥരായി ഓരോരുത്തരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദാനങ്ങൾ മറ്റുള്ളവരെ സേവിക്കുന്നതിനായി ഉപയോഗിക്കുക. പ്രസംഗിക്കുന്നയാൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രസ്താവിക്കട്ടെ. ശുശ്രൂഷിക്കുന്നയാൾ ദൈവം നൽകിയ ശക്തിക്ക് അനുസൃതമായി അത് ചെയ്യട്ടെ. അങ്ങനെ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ നാമം എല്ലാവിധത്തിലും മഹത്വപ്പെടട്ടെ. അവിടത്തേക്ക് മഹത്വവും അധികാരവും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ദൈവത്തിൽ നിന്ന് ലഭിച്ച വിവിധ കൃപാദാനങ്ങളുടെ, അതായത് ഇതെല്ലാം വി ആർ റിസീവിങ് ദിസ് ഗിഫ്റ്റ് ആസ് ഗ്രേസ്. ഈ വരങ്ങളാണെങ്കിലും നമ്മൾ ആരും ചോദിച്ചു വാങ്ങിച്ചതല്ല, നമുക്ക് അർഹതയുള്ളതല്ല. ഇതെല്ലാം കൃപാദാനങ്ങളാണ്. ദീസ് ആർ വി ആർ റിസീവിങ് ഇറ്റ് ബൈ ഗ്രേസ്. കൃപയാൽ നമുക്ക് നൽകുന്ന ദാനങ്ങളാണ്. അത് നമുക്ക് ഇവിടെ വീണ്ടും പറയുന്നു, ഓരോരുത്തരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന. അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ ശിഷ്യന്മാർക്കും വരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ഒരാൾ പോലും വരമില്ലാത്തവനായിട്ടില്ല. നമ്മൾ ശിഷ്യനാണോ, സ്നാനപ്പെട്ടവനാണോ, പരിശുദ്ധാത്മാവ് ലഭിച്ചവനാണോ, അവന് തീർച്ചയായിട്ടും ഒന്നല്ലെങ്കിൽ ഒന്നിലധികം വരം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്? ആ ദാനങ്ങൾ മറ്റുള്ളവരെ സേവിക്കുന്നതിനായി ഉപയോഗിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇതെല്ലാം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടോ നമ്മുടെ പെരുമയ്ക്ക് വേണ്ടിയിട്ടോ അല്ല, മറ്റുള്ളവരെ സേവിക്കാനായിട്ട്. അപ്പോൾ ഓരോ ഉദാഹരണം കൊടുത്തിരിക്കുകയാണ്. പ്രസംഗിക്കുന്ന വരമാണുള്ളതെങ്കിൽ അയാൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രസ്താവിക്കട്ടെ. അതുപോലെ തന്നെ ശുശ്രൂഷിക്കുന്ന ആളാണെങ്കിൽ ദൈവം നൽകിയ ശക്തിക്കനുസൃതമായി അങ്ങനെ ചെയ്യട്ടെ. ഇതെല്ലാം എന്തിനു വേണ്ടി ചെയ്യണം? അങ്ങനെ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ നാമം എല്ലാ വിധത്തിലും മഹത്വപ്പെടുത്തട്ടെ. അപ്പൊ ഇവിടെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുന്ന കാര്യം എന്താണ്? ഈ വരങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ആമേൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വരം ഉപയോഗിക്കാതിരുന്നാലോ? ദൈവമഹത്വത്തിന് പകരം ദൈവത്തെ നമ്മൾ we despise God. We can only do two things in our life. We can either glorify God or despise Him. അപ്പൊ ഇതിലാണ് നമ്മൾ താലന്തിന്റെ ഉപമയൊക്കെ യേശു പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓർമ്മ വരണം. 5 താലന്തും 2 താലന്തും അല്ലെങ്കിൽ ഒക്കെ കൊടുത്ത ആൾക്കാർ ഒരു താലന്തും കൊടുത്ത ആൾ ആ ഉപമ ഓർക്കുന്നുണ്ടല്ലോ. 1 കിട്ടിയ ആൾ എന്ത് ചെയ്തു? അത് മറച്ചു വെച്ചു. പക്ഷെ 2ഉം 5 കിട്ടിയ ആൾ എന്ത് ചെയ്തു? അത് മൾട്ടിപ്ലൈ ചെയ്തു. എന്ന് പറഞ്ഞ പോലെ നമുക്ക് നൽകിയിരിക്കുന്ന വരം അല്ലെങ്കിൽ വരങ്ങൾ നമ്മൾ ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കും തോറും ദൈവം നമ്മളെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കുകയും നമുക്ക് ദൈവമഹത്വത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. എന്നാലേ നമുക്ക് ശരിയായിട്ടുള്ള ജീവിതത്തിന്റെ തന്നെ ഒരു തൃപ്തി ഉണ്ടാകത്തുള്ളൂ. കാരണം നമ്മൾ എന്തിനു വേണ്ടി ദൈവം നമ്മളെ സൃഷ്ടിച്ചോ, എന്തിനു വേണ്ടി ദൈവത്തിന്റെ വരങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നോ, അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ദൈവഹിതം നിറവേറ്റുകയാണ്. അങ്ങനെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ആത്മീയമായിട്ടുള്ള തൃപ്തി അടയാനും സാധിക്കുന്നത്. ആമേൻ. റോമർ 12-ാമത്തെ അധ്യായം, ഇതിലാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ വരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം. 1 കൊരിന്ത്യർ 12 പല മിറക്കുലസ് ഗിഫ്റ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മളൊരു ക്ലാസ് പിന്നീട് അവസാനത്തെ ക്ലാസ്സിൽ അത് നമുക്ക് കൂടുതൽ പ്രതിപാദിക്കാം. പക്ഷെ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന റോമർ 12 പറഞ്ഞിരിക്കുന്ന വരങ്ങൾ എല്ലാ ശിഷ്യന്മാർക്കും എല്ലാ കാലത്തും കിട്ടാൻ സാധ്യതയുള്ള വരങ്ങളാണ്. എന്ന് വെച്ചാൽ എല്ലാ വരങ്ങളും എല്ലാവർക്കും കിട്ടുമെന്നല്ല, എല്ലാ കാലത്തും പലർക്കും ഉള്ള വരങ്ങളാണ്. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധയോടെ വായിക്കാം. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാണ്. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവൻ എങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവൻ എങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. ആമേൻ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇതാണ് ദീസ് ആർ കോൾഡ് ദ നോൺ മിറക്കുലസ് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അത്ഭുതകരം അല്ലാത്ത അല്ലെങ്കിൽ അത്ഭുതമല്ലാത്ത എല്ലാവർക്കും ലഭിക്കാൻ തക്ക തരത്തിലുള്ള വരങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതില്
പല വരങ്ങളുണ്ട്. ഒരു കാര്യം നമുക്ക് ഓർക്കണം, സ്പെസിഫിക് ആയിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടൊരു കാര്യം, നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരം ഉള്ളത് കൊണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഈ വരങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് ഉണ്ടാവത്തില്ല. അപ്പൊ ഓരോ വ്യക്തികൾക്കും ദൈവം തീരുമാനിക്കുന്നത്, ദൈവത്തിന്റെ കൃപ അനുസരിച്ച് ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തിക്കും വേണ്ട വെവ്വേറെ വരങ്ങൾ നൽകിയിരിക്കുന്നു. അത് നമ്മൾ സ്വീകരിച്ച് അത് ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. ആമേൻ. ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ: പ്രോഫസി, സർവീസ്, ടീച്ചിങ്, ഗിവിംഗ്, ലീഡർഷിപ്പ്, എൻകറേജ്മെന്റ്, മെഴ്സി. ദീസ് ആർ ദ ഗിഫ്റ്റ്സ് മെൻഷൻ ഹിയർ. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് ഒന്നൊന്നായിട്ട് നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് പ്രോഫസി. അപ്പൊ ഈ പ്രോഫസി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പ്രവചനം എന്ന് പറയും. പക്ഷെ പ്രവചനം എന്ന് വെച്ചാൽ പലരും ഉദ്ദേശിക്കുന്നത് എന്താണ്? വരാൻ പോകുന്ന കാര്യം പ്രവചിക്കുക എന്നുള്ളത് മാത്രമായിട്ടാണ് പലരും കരുതുന്നത്. നമ്മൾ പ്രവാചകന്മാരെ കുറിച്ചുള്ള ക്ലാസ്സുകൾക്ക് മുമ്പ് ഞാൻ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞിരുന്നു, പ്രവാചകന്മാർ പോലും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് പറഞ്ഞു. പക്ഷെ അന്നത്തെ ആൾക്കാർ എങ്ങനെ മാനസാന്തരപ്പെടണം എന്നുള്ളതിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ് ആ പ്രവാചകന്മാരുടെ മുഖ്യമായ ദൗത്യമായിട്ടുണ്ടായത്. ആമേൻ. അപ്പൊ അതുപോലെ ഇന്ന് പ്രവചനം എന്ന് ഉദ്ദേശിക്കുന്നത് നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ആരും പ്രവചിക്കാൻ ഇന്ന് നമുക്ക് ആർക്കും ശക്തിയില്ല. പക്ഷേ ഈ പ്രവചനം എന്ന് പറയുന്നതാണ് പ്രീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്താണ്? ഇറ്റ് ഈസ് ബേസിക്കലി റിവീലിംഗ്, ഇല്ലസ്ട്രേറ്റിംഗ് ഓർ അപ്ലൈയിങ് ദ ട്രൂത്ത് ഓഫ് ദ വേർഡ്, പെർസ്വേഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതായത് വചനത്തിന്റെ സത്യം വെളിപ്പെടുത്തുകയും ചിത്രീകരിക്കുകയും അല്ലെങ്കിൽ അതെങ്ങനെ പ്രായോഗികമാക്കാം എന്ന് പഠിപ്പിക്കുകയും അതുവഴിയായിട്ട് ക്രിസ്തുവിന്റെ ശരീരത്തെ ബോധ്യപ്പെടുത്തുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വചനപ്രകാരം എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, എങ്ങനെ നമ്മൾ അനുദിനം മാനസാന്തരത്തിന്റെ മാർഗത്തിൽ ജീവിച്ച് ഹൗ വി ഷുഡ് ലീവ് ഇൻ ദ പാത്ത് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, അതായത് വിശുദ്ധീകരണത്തിന്റെ ജീവിതത്തിൽ ആ രീതിയിൽ നമ്മൾ ജീവിച്ച് യേശുവിനെ പോലെ എങ്ങനെ ആയിത്തീരാം എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കുകയും അങ്ങനെ പ്രസംഗിച്ച ആൾക്കാരെ അതിനുവേണ്ടി മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതാണ് പ്രവചനം. അതായത് ബേസിക്കലി ഇത് പ്രീച്ചിങ്, അതാണ് ഒരു വരം. ഓക്കെ, മറ്റൊരു വരം എന്ന് പറഞ്ഞിരിക്കുന്നത് സർവീസ് അല്ലെങ്കിൽ ശുശ്രൂഷ എന്ന് പറഞ്ഞിരിക്കുന്നു, സെർവിങ്. അപ്പൊ ഇതിൽ അനേകം കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. പല രീതിയിൽ നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റും, അല്ലേ? അപ്പം ശുശ്രൂഷ എന്ന് വെച്ചാൽ എന്താണ്? മിനിസ്ട്രിങ് ഓർ സെർവിങ് ടു സെയിൻസ് ബൈ സെർവിങ് ഇൻ വേരിയസ് കപ്പാസിറ്റീസ്. വിവിധമായ പദവികളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ സേവിക്കുക എന്നുള്ളത്. ആമേൻ. അപ്പൊ പല രീതിയിൽ നമുക്ക് സേവിക്കാനായിട്ട് സാധിക്കും. പല ആൾക്കാർ അഡ്മിനിസ്ട്രേഷൻ ഉള്ള ഗിഫ്റ്റ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള ഗിഫ്റ്റ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ മറ്റു പല കഴിവുകളുള്ളവരുണ്ടാവും. നമ്മളിപ്പം ഹാൾ അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പല ചർച്ചിന് വേണ്ടിയുള്ള പല നല്ല കാര്യങ്ങളും നമ്മൾ ഫോർ എക്സാമ്പിൾ അഷറിങ് അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റമോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുക, ഹാൾ സെറ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വെബ്സൈറ്റ്, അതുപോലുള്ള മറ്റു പല ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ പല രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു സർവീസാണ്, അല്ലെങ്കിൽ ചായയോ കാപ്പിയോ ഉണ്ടാക്കി അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സർവീസാണ്. അതുപോലെ പലതരത്തിലും നമുക്ക് സേവിക്കാനായിട്ട് സാധിക്കും. ആമേൻ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ആദ്യം എനിക്ക് വെളിപ്പെട്ട ഒരു ഗിഫ്റ്റ് ഇതാണ്, ശുശ്രൂഷ അല്ലെങ്കിൽ സേവിക്കുക എന്നുള്ളത്. അപ്പൊ അതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയത് ഒരു ശിഷ്യനായതിനു ശേഷം. പിന്നീടാണ് മറ്റു ചില ഗിഫ്റ്റുകൾ വെളിപ്പെടാനായിട്ട് സാധിച്ചത്. പക്ഷേ എൻ്റെ പ്രൈമറി ഗിഫ്റ്റ് ഇതാണ്, ശുശ്രൂഷ അല്ലെങ്കിൽ സേവിക്കുക എന്നുള്ളതാണ്. ആമേൻ. അപ്പൊ മൂന്നാമത്തെ കാര്യം ടീച്ചിങ്. അതായത് വാട്ട് ഈസ് ടീച്ചിങ്? ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം പ്രീച്ചിങ്. ടീച്ചിങ് ഈസ് ക്ലാരിഫൈങ് ദ ട്രൂത്ത്, എക്സ്പ്ലെയിനിങ് ദ വേർഡ് ഓഫ് ഗോഡ് ടു അപ്ലൈ ഇൻ ലൈഫ്. അതായത് ഉപദേശിക്കൽ എന്നുള്ള വരമാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കൽ എന്ന് പറയാം. സത്യം, ദൈവത്തിന്റെ സത്യം വ്യക്തമാക്കുക, അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ ദൈവമുള്ള സത്യം വ്യക്തമാക്കുക, അത് ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കണമെന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ ദൈവവചനം വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ടീച്ചിങ് എന്നുള്ള ഗിഫ്റ്റ്. അടുത്തൊരു കാര്യം എക്സോർട്ടേഷൻ അല്ലെങ്കിൽ എൻകറേജ്മെന്റ് അല്ലെങ്കിൽ പ്രോത്സാഹനം എന്നുള്ള ഒരു ഗിഫ്റ്റ്. ആമേൻ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും പരസ്പരം പ്രോത്സാഹിപ്പിക്കേണ്ടവരാണ്, അല്ലേ? എബ്രായർ 3-ലും 12-ലും 10-ലും ഒക്കെ നമ്മൾ വായിക്കാറുണ്ട്, പരസ്പരം പ്രബോധിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് they are gifted with encouragement. നമ്മൾ ബൈബിളിൽ നോക്കിയാലും ബാർണബാസിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ട്. അയാളുടെ പേര് തന്നെ ജോസഫ് എന്നായിരുന്നു, പക്ഷേ അതിനുശേഷം അപ്പോസ്തലന്മാർ അയാളുടെ പേര് മാറ്റി, എന്താണ്? ബാർണബാസ് എന്ന പേരിട്ടു. ബാർണബാസ് എന്നുള്ള പേരിന്റെ അർത്ഥം സൺ ഓഫ് എൻകറേജ്മെന്റ്. ദാറ്റ് മീൻസ് ഹി ഈസ് പേഴ്സോണിഫൈഡ്
ആസ് എ മാൻ ഓഫ് എൻകറേജ്മെന്റ്. അങ്ങനെ അത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്ന വരം ഉള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അതുകൊണ്ടാണ് പൗലോസ് രക്ഷിക്കപ്പെട്ട സമയത്ത് ആരും വിശ്വസിച്ചില്ല പൗലോസിനെ. കാരണം അയാൾ ഇതുവരെ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ പൗലോസ് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്നും ദൈവം തെരഞ്ഞെടുത്ത ഒരു അപ്പോസ്തലനാണെന്നും ബർന്നബാസ് മനസ്സിലാക്കിയപ്പോൾ പൗലോസിനെ അപ്പോസ്തലന്മാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൊണ്ടുപോയതും, അതുപോലെ പൗലോസിനെ ദൈവവേല ചെയ്യാൻ ട്രെയിൻ ചെയ്യാനും അവനെ പ്രോത്സാഹിപ്പിക്കാനും മുന്നേറാനായിട്ട് സഹായിക്കാനും എല്ലാം മുൻപിൽ നിന്നത് ബർന്നബാസാണ്. അതുപോലത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ള പലരും സഭയിലുണ്ട്, എൻകറേജ്മെന്റ് എന്നുള്ളത്. അപ്പൊ നമ്മൾ എല്ലാവരും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ ചില ആൾക്കാർക്ക് they are specially gifted with encouragement. Amen. So they should use that in the most wonderful way. മറ്റൊന്ന് ഒരു ഗുണം ഗിവിങ്, ഒരു ദാനം അല്ലെങ്കിൽ ഒരു വരം. അപ്പൊ ഇതിന്റെയും അർത്ഥം എന്താണ്? അവർ മാത്രമേ കൊടുക്കാവൂ എന്നുള്ളതല്ല. നമ്മൾ എല്ലാവരും കൊടുക്കേണ്ടവരാണ്, എല്ലാവരും ദാനധർമ്മം ചെയ്യേണ്ടവരാണ്, എല്ലാവരും ജനറസ് ആയിട്ട് കൊടുക്കേണ്ടവരാണ്. പക്ഷെ ചില ആൾക്കാർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. ദേ ആർ ഗിഫ്റ്റഡ് ടു ഗിവ്. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യേണ്ടത്? മറ്റുള്ളവരെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ ശാരീരികമായി അല്ലെങ്കിൽ ഭൗതികമായും സാമ്പത്തികമായും നിറവേറ്റുക എന്നുള്ളതാണ് അവരുടെ ഒരു ദൗത്യം. ആമേൻ. അപ്പൊ നമുക്കറിയാം ചില ആൾക്കാർ ദൈവം അനുഗ്രഹിച്ച് ദൈവകൃപയാൽ അവർക്ക് പണം ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ് ദൈവം കൊടുത്തു, അതുപോലെ തന്നെ കൊടുക്കാനുള്ള ഒരു മനസ്സും അവർക്ക് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും വളരെയധികം പണം സമ്പാദിക്കുന്നു, പക്ഷെ അത് അവരുടെ സ്വാർത്ഥ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരെന്താണ് ചെയ്യുന്നത്? വളരെ താല്പര്യത്തോടെ, സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ സഭയ്ക്കും സഭയിലുള്ള മറ്റുള്ളവർക്കും ഉപകാരപ്രദമായ രീതിയിൽ കൊടുക്കുന്നവരായിട്ട് തീരും. ആമേൻ. അങ്ങനെയുള്ള ഗിഫ്റ്റാണ് ഗിവിങ്. വേറൊരു ഗിഫ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലീഡർഷിപ്പ് അല്ലെങ്കിൽ നയിക്കുന്നതിനുള്ള വരം അല്ലെങ്കിൽ നായകത്വത്തിനുള്ള വരം. സോ ദിസ് ഇസ് ബേസിക്കലി മേ ബി അഡ്മിനിസ്ട്രേഷൻ, ഓർഗനൈസിംഗ് വിത്ത് എബിലിറ്റി ആൻഡ് ഡിസേൺമെന്റ്, അല്ലെങ്കിൽ കഴിവും വിവേചന ബുദ്ധിയും ഉപയോഗിച്ച് സഭയെ നയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളും സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ നായകത്വം വഹിക്കുന്ന കാര്യമാണ്. ആമേൻ. സോ ലീഡർഷിപ്പ് ഈസ് ഓൾസോ ഗിഫ്റ്റ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് പ്രീച്ച് ചെയ്യുന്ന ആൾക്ക് ലീഡർഷിപ്പ് ഉണ്ടാവണമെന്നില്ല. So there are different gifts are there. Some people have both. They can be a preacher and a leader. Some people may be having only one of those gifts. So it all depends. അതുപോലെ വേറൊരു വരം എന്ന് വെച്ചാൽ മേഴ്സി, അതായത് കരുണ കാട്ടുക എന്നുള്ളത്. സോ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? They will rejoice and weep with others, lifting the oppressed, identifying and empathizing with all kinds of people. അതായത് ആനന്ദിക്കുന്നവരോടുകൂടെ ആനന്ദിക്കുകയും വിലപിക്കുന്നവരോടുകൂടെ വിലപിക്കുകയും ചെയ്യുന്നവരാണ്. അതുപോലെ എല്ലാത്തരം ആളുകളെയും തിരിച്ചറിയുകയും അവരുമായി താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടവരാണ്. എല്ലാ മനുഷ്യരും, എല്ലാ ക്രിസ്ത്യാനികളും കരുണ കാട്ടേണ്ടവരാണ്. പക്ഷെ ചില ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് കരുണ എന്നുള്ളത്. ആമേൻ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യും? പെട്ടെന്ന് അവരുടെ ഹൃദയം തകരും. ആരുടെയെങ്കിലും വേദനയോ വിഷമോ കാണുമ്പോൾ പെട്ടെന്ന് അവരുടെ ഹൃദയം തകരുകയും പെട്ടെന്ന് അവരെ സഹായിക്കാനായിട്ട് മുമ്പോട്ട് വരാനും അവർക്ക് സാധിക്കും. അങ്ങനെയുള്ളവരാണ് മറ്റുള്ളവരെ കൗൺസിൽ ചെയ്യാനോ അതുപോലെ മറ്റുള്ളവർക്ക് പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള പല പല കാര്യങ്ങളിലും അവർക്ക് സെർവ് ചെയ്യാനായിട്ട് സാധിക്കും. ആമേൻ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞതാണ് പ്രധാനപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ നമ്മൾ എഫേസ്യർ 4 ഒരു കാര്യം കൂടി വായിക്കാം. 4:11 മുതൽ 13 വരെ വാക്യത്തില് ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്ന ശുശ്രൂഷയ്ക്കായി വിശുദ്ധരെ സജ്ജരാക്കുന്നതിന് വേണ്ടി അവിടുന്ന് തന്നെ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടകന്മാരായും നിയോഗിച്ചിരിക്കുന്നു. ഇങ്ങനെ നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും പക്വതയുള്ളവരായി ഐക്യത്തിൽ എത്തിച്ചേർന്ന് ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ സമ്പൂർണ്ണ അളവ് സാക്ഷാത്കരിക്കുന്നത് വരെ വളരുക തന്നെ ചെയ്യും. Amen. So here it talks about how when Jesus ascended to heaven, he gave gifts to the people. ആ ഗിഫ്റ്റുകൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ലീഡർഷിപ്പാണ്. അതായത് എന്തൊക്കെയാണ്? എൽഡേഴ്സ്, അപ്പോസ്റ്റൽസ്, പ്രോഫറ്റ്സ്, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. ഓക്കെ, ഇതാണ് സഭയുടെ നായകത്വം. നായകന്മാരായിട്ടുള്ളവര് വ്യക്തികളാണ്. അത് ദൈവം തിരഞ്ഞെടുത്ത കാര്യമാണ്. അപ്പൊ അവരും സഭയ്ക്ക് ദൈവം നൽകിയ ഗിഫ്റ്റാണ്. അപ്പൊ അവർക്കും ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ആമേൻ.
അപ്പോൾ ഒരു എൽഡർ അല്ലെങ്കിൽ മൂപ്പൻ എന്ന് പറഞ്ഞ ആൾക്ക് എന്ത് ഗിഫ്റ്റ് ഉണ്ടാവും? ദേ വിൽ ഡെഫിനറ്റ്ലി ഹാവ് ഗിഫ്റ്റ് ഓഫ് മേഴ്സി, കരുണ കാട്ടുന്ന ഒരു വരം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു മൂപ്പനായിട്ടിരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ അങ്ങനെയുള്ള മൂപ്പനാണെങ്കിലും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശരിയായ രീതിയിൽ ദൈവവചനം വ്യാഖ്യാനിച്ച് ഉപദേശിക്കാൻ കഴിയുന്നവരായിരിക്കണം മൂപ്പന്മാർ. അപ്പൊ ആ വരവും അവർക്കുണ്ടാവണം. ആമേൻ. അപ്പൊ അതുപോലെ ഇവരെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്? ഇവര് എല്ലാ വേലയും ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇവിടെ പറയുന്നത്, ടു എക്വിപ്പ് ഹിസ് പീപ്പിൾ ഫോർ വർക്ക്സ് ഓഫ് സർവീസ്. അതായത് എല്ലാ ശിഷ്യന്മാരെയും ദൈവവേല ചെയ്യാൻ തക്കവണ്ണം അവരെ സജ്ജരാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വിശുദ്ധന്മാരെ സജ്ജരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തികളെ ദൈവം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദാനങ്ങൾ നൽകി ഇവരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആമേൻ. അപ്പൊ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് ഓർക്കണം, ഇപ്പൊ ലീഡേഴ്സിന്റെ ഉത്തരവാദിത്വം എന്താണ്? സഭയിലുള്ള ഓരോ ശിഷ്യന്മാരുടെയും ആത്മീയ വരങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ അവരെ സഹായിക്കുകയും, അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം ആ വരങ്ങൾ ഉപയോഗിച്ച് ദൈവവേല ചെയ്യാൻ തക്കവണ്ണം, ദൈവത്തിൽ സഭയിൽ സേവനം ചെയ്യാൻ തക്കവണ്ണം അവരെ സജ്ജരാക്കുകയും ചെയ്യുന്നുള്ളതാണ് ലീഡർഷിപ്പിന്റെ റെസ്പോൺസിബിലിറ്റി. അല്ലാതെ ലീഡേഴ്സ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവൻ ആകരുത് ലീഡർ. അങ്ങനെ ഒരാളെ കൊണ്ടും പറ്റത്തില്ല. പകരം എല്ലാരെ കൊണ്ടും അവർക്ക് ദൈവം കൊടുത്ത വരങ്ങൾ ഉപയോഗിച്ച് സേവ ചെയ്യാൻ തക്കവണ്ണം അവരെ പ്രേരിപ്പിക്കുകയും അവരെ സജ്ജരാക്കുകയും ചെയ്യുന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. ആമേൻ. അപ്പൊ അതുപോലെ എഫേസ്യർ 4:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. തൽഫലമായി നാം ഇനിമേൽ മനുഷ്യരുടെ വഞ്ചനാത്മകമായ ഗൂഢാലോചനകളുടെ കൗശലങ്ങളിലും തന്ത്രങ്ങളിലും കുടുങ്ങി അവരുടെ ദുരുദ്ദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും ഓളങ്ങളിൽ ചാഞ്ചാടുകയും ചെയ്യുന്ന ശിശുക്കളല്ല, മറിച്ച് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ക്രിസ്തു എന്ന ശിരസ് വരെ വളരുന്നവരാകും. അങ്ങനെ ഓരോ അവയവവും അതിന്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ട് സകല സന്ധിബന്ധങ്ങളും സംയോജിതമായി സ്നേഹത്തിൽ മുഴുവൻ ശരീരവും സ്വയം പടുത്തുയർത്തപ്പെട്ട് ക്രിസ്തുവിനാൽ വളർച്ച പ്രാപിക്കും. ആമേൻ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതിനു മുമ്പുള്ള കാര്യമാണ് നമ്മൾ വായിച്ചത്. എഫേസ്യർ 4 തന്നെയാണ് മുമ്പേ വായിച്ചത്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റ്, എൽഡേഴ്സ്, ഇവരെയൊക്കെ ദൈവം തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ ശിഷ്യന്മാരെയും ദൈവവേല ചെയ്യാൻ സജ്ജരാക്കുന്നതിന് വേണ്ടി. അങ്ങനെ എല്ലാവരും ദൈവവേല, അവർക്ക് കിട്ടിയ വരങ്ങൾ ഉപയോഗിച്ച് ദൈവവേല ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സഭയിൽ ആരും ഇതുപോലെ ഒരു മറ്റുള്ള തെറ്റായ ഉപദേശങ്ങൾ കേട്ട് ചാഞ്ചാടുന്നവരായി തീരത്തില്ല. ശൈശവത്തിൻ്റെതായിട്ടുള്ള ചൈൽഡിഷ്നെസ് ആർക്കും ഉണ്ടാകത്തില്ല. പകരം എന്ത് ചെയ്യും? എല്ലാവരും ആത്മീയമായിട്ട് വളർന്ന് സഭ മുഴുവനായിട്ടും പക്വത പ്രാപിക്കും എന്നുള്ളതാണ്. ആമേൻ. അപ്പൊ അത് എങ്ങനെ സംഭവിക്കും? 16-ാമത് വാക്യം, ഓരോ അവയവവും അതിന്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ട്. അപ്പൊ വളരെ വ്യക്തമാണ്. ഓരോ വ്യക്തിക്കും ദൈവം ആത്മീയ വരങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോ വ്യക്തിയും ആത്മീയ വരം ഉപയോഗിച്ച് ദൈവത്തെ സേവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സഭ മുഴുവനും പക്വത പ്രാപിച്ച് യേശുവിനെ പോലെ ആയിത്തീരും. അതുപോലെ അതിന്റെ ലക്ഷണം എന്താണ്? സ്നേഹത്തിൽ മുഴുവൻ ശരീരവും സ്വയം പടുത്തുയർത്തപ്പെട്ട് ക്രിസ്തുവിനാൽ വളർച്ച പ്രാപിക്കും. ആമേൻ. So we'll grow in love and become like Christ. So church will become like Christ. അതായത് മറ്റുള്ളൊരു സഭയെ നോക്കിയാൽ യേശുവിനെ കാണാനായിട്ട് സാധിക്കും. അത്ര പരിപൂർണതയിലേക്ക് സഭ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ആമേൻ. So now the question is, why is it important to know and use your spiritual gifts? എന്തുകൊണ്ടാണ് അവനവന്റെ അവരവർക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന വരങ്ങൾ കണ്ടുപിടിക്കേണ്ടതും അത് ഉപയോഗിക്കേണ്ടതും എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആമേൻ. സോ ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവഹിതം വ്യക്തമായി ഗ്രഹിക്കുകയും ദൈവത്തിൽ നിന്നുള്ള നിങ്ങളുടെ വ്യക്തിപരമായ ജോലി വിവരണം തിരിച്ചറിയുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്താണ്? സോ വി ഹാവ് ടു ഐഡന്റിഫൈ വാട്ട് ഇസ് ഗോഡ്സ് വിൽ ഫോർ മീ, വാട്ട് ഇസ് ദാറ്റ് ഗോഡ് ഹാസ് വാട്ട് ഇസ് ഗോഡ്സ് പ്ലാൻ ഫോർ മൈ ലൈഫ്. ആമേൻ. അത് നമ്മൾ തിരിച്ചറിയേണ്ടതിനാണ് പരിശുദ്ധാത്മാവിന്റെ വരം നമ്മൾ തിരിച്ചറിയേണ്ടതും അത് ഉപയോഗിച്ച് സേവ ചെയ്യേണ്ടതും. സൗണ്ട് വരുന്നത് മ്യൂട്ട് ചെയ്യാമോ? ബ്രദേഴ്സ്, ഓക്കെ. സോ ഇവിടെ മറ്റൊരു കാര്യം, നിങ്ങളുടെ വരം
സേവനത്തിനായി ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ തേടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനായുള്ള ദൈവഹിതം നിങ്ങൾ പൂർത്തിയാക്കുക. Amen. So when you realize that I have this gift of serving or whatever gift you have, when you recognize that gift and serving God, then what happens? You are fulfilling God's will for your life. ദൈവഹിതം നിങ്ങൾ പൂർത്തിയാക്കുക. അപ്പോൾ എന്ത് പറ്റും? That will culminate in you will be personally satisfied and fulfilled. അതാണ് യേശു നമുക്ക് വേണ്ടി പറഞ്ഞത്, യു വിൽ ഹാവ് എ ലൈഫ് ടു ദ ഫുൾ. അപ്പം നമ്മളൊരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മളൊരു ഫുൾഫിൽമെന്റ് ലൈഫിൽ ഇല്ലാത്തതിന്റെ കാരണം എന്താണ്? ദൈവഹിതം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും അത് ആ രീതിയിൽ നമ്മൾ സേവിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. ആമേൻ. അതുപോലെ ചാൾസ് സ്റ്റാൻലിയിൽ നിന്ന് ഒരു കോട്ടേഷൻ കൂടി ഞാൻ വായിക്കാം. നമ്മുടെ വരങ്ങളിലൂടെ നാം മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന്റെ അക്ഷയമായ ഊർജവും പ്രചോദനവും നാം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ ദാനങ്ങൾ നാം പ്രയോഗിക്കുമ്പോൾ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം പരിശുദ്ധാത്മാവ് നമ്മിലൂടെ ഒഴുകുന്നു. നമ്മെ എന്തിനു വേണ്ടി ദൈവം വിളിക്കുകയും സജ്ജരാക്കുകയും ചെയ്തിരിക്കുന്നതോ അത് നാം ചെയ്യുന്നു. നമുക്ക് അധിക അളവിലുള്ള ഊർജവും സന്തോഷവും അനുഭവപ്പെടും. ആമേൻ. So we can see that when we serve God with the gifts, we will be filled with joy and excitement because we can see the power of the Holy Spirit is flowing through us. അപ്പോൾ ഇതിലൂടെ എന്താണ് സംഭവിക്കുക? ദൈവത്തെ we are glorifying God through this. Amen. So again, it is not for personal fulfillment, but when we do God's will, we will also have satisfaction and fulfillment. Amen. അപ്പോൾ ഇത് നമ്മൾ ഒരു കാര്യം ചോദിക്കേണ്ടതുണ്ട്. വാട്ട് ആർ ദ ഏരിയാസ് ദാറ്റ് യു, എങ്ങനെയാണ് നമ്മൾ ഗിഫ്റ്റുകൾ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്? ഓക്കെ, ഹൗ ഡു വി ഐഡന്റിഫൈ ദ ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ്? സോ ഫസ്റ്റ് ഓഫ് ഓൾ ആസ്ക് യുവർ സെൽഫ്, വാട്ട് ആർ ദ ഏരിയാസ് ദാറ്റ് യു ഫീൽ ദ ബർഡൻ ഓർ ഏർജ് ടു സെർവ്? അതായത് എന്ത് കാര്യങ്ങൾ ചെയ്യാനാണ് നിങ്ങൾക്കൊരു ബേർഡൻ തോന്നുന്നത്? ബേർഡൻ എന്ന് വെച്ചാൽ നമ്മൾ ഭാരം, അയ്യോ പറ്റില്ല എന്നുള്ള രീതിയിലല്ല. നമുക്ക് ചിലപ്പോൾ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഒരു മോട്ടിവേഷൻ തോന്നും. അത് അവിടെ ആ കാര്യത്തിൽ നമ്മൾ സെർവ് ചെയ്യാനും അവിടെയുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും നമുക്കൊരു മോട്ടിവേഷൻ തോന്നും. അതിൽ നമുക്ക് മനസ്സിലാവും അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ദൈവത്തിന്റെ വരം, അല്ലെ പരിശുദ്ധാത്മാവിന്റെ വരം എന്നുള്ളത്. ആമേൻ. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ തോന്നുന്നതെല്ലാം നമ്മൾ ചെയ്ത് നോക്കണം. അതിൽ നിന്നാണ് നമുക്കറിയാൻ സാധിക്കുക അവസാനം ഏതാണ് ശരിക്കും എൻ്റെ വരം എന്നുള്ളത്. ആമേൻ. അപ്പം നമ്മൾ ഒന്നും ചെയ്യാതെ ഇരുന്നാൽ ഏതെങ്കിലും ഒരു ദിവസം ദൈവം ഏതാണ്ട് വെളിപാട് തരും എന്ന് കരുതിയിരുന്നാൽ നമ്മളൊന്നും ചെയ്യത്തില്ല. പകരം പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുക, വോളണ്ടിയർ ചെയ്യുക, നമ്മൾ വന്ന് സേവിക്കാനായിട്ട് തുടങ്ങുക. അപ്പം ദൈവം വെളിപ്പെടുത്തും ഇത് ശരിയായിട്ട് നമ്മുടെ വരമാണോ അല്ലോ. അതെങ്ങനെ വെളിപ്പെടും? നമ്മളത് ചെയ്യുമ്പോൾ അത് വിജയകരമായി തീരുന്നെങ്കിൽ, മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാകുന്നെങ്കിൽ, അതിന്റെ അർത്ഥം അത് തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് നൽകിയ പരിശുദ്ധാത്മാവിന്റെ വരം ആണ്. ആമേൻ. അതുപോലെ മറ്റൊരു കാര്യം ചോദിക്കേണ്ടത്, വാട്ട് ഡു ഐ എൻജോയ് മോസ്റ്റ് അബൌട്ട് സെർവിങ് ദ ലോർഡ്? അതായത് കർത്താവിനെ സേവിക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ആമേൻ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതാണ് പരിശുദ്ധാത്മാവിന്റെ വരം. കാരണം എന്താണ്? ദൈവം തന്ന വരം ഉപയോഗിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഗുണമാണ് സന്തോഷം, സമാധാനം എന്നുള്ള കാര്യങ്ങൾ. ആമേൻ. അപ്പൊ അതിൽ നമുക്ക് അറിയാൻ സാധിക്കും ഇതാണ് ദൈവത്തിന് എനിക്ക് നൽകിയിട്ടുള്ള വരങ്ങൾ. ആമേൻ. അതുപോലെ വേറൊരു കാര്യം നമ്മൾ ഓർക്കണം, primary responsibility for us is to remain in Jesus. And why remaining in Jesus? To bear fruit. അതായത് യേശുവിനോട് ചേർന്ന് യേശുവിൽ നിലനിൽക്കുന്നത് വഴിയായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാണ് നമുക്ക് നൽകിയിട്ടുള്ള ദാനങ്ങൾ അല്ലെങ്കിൽ വരങ്ങൾ ഉപയോഗിച്ച് സെർവ് ചെയ്യുക അല്ലെങ്കിൽ സേവിക്കുക എന്നുള്ളത്. ആമേൻ. അപ്പോൾ ദൈവവചനവും ആത്മാവിന്റെ ദാനങ്ങളെ കുറിച്ചുള്ള മറ്റ് പുസ്തകങ്ങളും നമ്മൾ വായിക്കുക. അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മുടെ വരങ്ങൾ എന്തൊക്കെയാണെന്ന്. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ നീ എനിക്ക് നൽകിയ വരം എന്താണെന്ന് കാണാനും അറിയാനും അതനുസരിച്ച് അത് ഉപയോഗിച്ച് നിന്നെ സെർവ് ചെയ്യാനും എൻ്റെ കണ്ണുകൾ തുറക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ നമ്മളെക്കുറിച്ച് നല്ലപോലെ അറിയാവുന്ന മറ്റുള്ളവരോട് നമ്മൾ ചോദിക്കുക, നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇത്രയും നാൾ എന്നെ കണ്ടു, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടു, എൻ്റെ ശരിക്കുള്ള പരിശുദ്ധാത്മാവിന്റെ വരം എന്നിൽ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്ന് മറ്റുള്ളവരോട് നമ്മൾ ചോദിക്കാനും തയ്യാറാകും. ആമേൻ. സംടൈംസ് വി ഡോണ്ട് നോട്ടീസ്, അതേഴ്സ് മേ നോട്ടീസ്. ആമേൻ. അപ്പൊ അങ്ങനെ. അപ്പൊ അതുപോലെ കൺക്ലൂഷൻ ഇതിൽ എന്താണ് നമ്മൾ ഇന്ന് അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം, ടേക്ക് ടൈം ടു പ്രേ ആൻഡ് ആസ്ക് ആൻഡ് സ്റ്റഡി ദ സ്ക്രിപ്റ്റേഴ്സ് ടു ഐഡന്റിഫൈ യുവർ ഗിഫ്റ്റ്സ്. അതായത് നമ്മൾ സമയമെടുത്ത് ദൈവം എനിക്കായിട്ട് നൽകിയ പരിശുദ്ധാത്മാവിന്റെ വരം എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ സമയമെടുത്ത് പ്രാർത്ഥിക്കാനും ഈ പഠിച്ച വചനങ്ങളൊക്കെ വീണ്ടും വായിച്ച് ഗ്രഹിക്കാനും
ദൈവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കണം എന്താണ് എൻ്റെ വരം. രണ്ടാമത്തെ കാര്യം, സഭയുടെ സേവനത്തിൽ ഓരോ ശിഷ്യരും അവരുടെ ദാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പ്രാർത്ഥിക്കുകയും ആസൂത്രണം ചെയ്യുകയും ചെയ്യും. നമ്മുടെ വരം മാത്രം ഉപയോഗിച്ചാൽ പോരാ, നമ്മളോട് അടുത്തുള്ള ആൾക്കാർ, മറ്റുള്ള നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെയുള്ള മറ്റുള്ള സഹോദരങ്ങളെയും അവരെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, അവരിലുള്ള വരങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ അവരെയും സഹായിക്കണം. അങ്ങനെ അവരിലുള്ള വരം കണ്ടെത്തിയാൽ ആ വരങ്ങൾ ഉപയോഗിച്ച് അവർക്ക് എങ്ങനെ സേവിക്കാം എന്ന് നമ്മളും കൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതുപോലെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതിൽ ദാനങ്ങളെക്കാൾ ആത്മാവിന്റെ ഫലം പ്രധാനമാണെന്ന് നമ്മൾ ഓർമ്മിക്കുക. ആമേൻ. ഇപ്പൊ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 6 ഉദാഹരണം നമ്മൾ എപ്പോഴും ഓർക്കണം. അവർ ഒരു വേല ചെയ്യാനുള്ള കഴിവ് മാത്രമല്ല അവർ നോക്കിയത്, ആ വേല ചെയ്യുന്ന ആളുടെ ആത്മാവിനാൽ നിറഞ്ഞവരാണോ എന്ന് നോക്കി. അതാണ് വളരെ പ്രധാനപ്പെട്ട. അങ്ങനത്തെ ആൾക്കാരല്ലാത്തവർക്ക് ഉത്തരവാദിത്വം കൊടുത്താൽ അവർ കൂടുതൽ ദുഷ്ടമായിട്ടുള്ള ഫലമായിരിക്കും അതിനുണ്ടാകുക, നന്മയ്ക്ക് പകരം. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ. അതുപോലെ അവസാനത്തെ കാര്യം, ദൈവം നമുക്ക് നൽകിയ കഴിവുകളെയും ദാനങ്ങളെയും അപേക്ഷിച്ച് സ്വഭാവവും ഹൃദയമാണെന്ന് പ്രധാനമെന്ന് നമ്മൾ ഓർക്കുക. ആമേൻ. സോ ഗോഡ് ഇസ് വാല്യൂയിങ് മോർ ഓഫ് അവർ ക്യാരക്ടർ ആൻഡ് അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണ്? നമ്മൾ സ്നേഹത്താൽ നിറഞ്ഞതാണോ? യേശുവിനെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുന്നവരാണോ എന്നാണ് ദൈവം പ്രധാനമായിട്ട് നോക്കുന്നത്. അതിന് പ്രാധാന്യം നൽകുക. ആമേൻ. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, നമ്മളൊരു ഫ്യൂ മിനിറ്റ്സ് നമുക്കുണ്ട്. കുറച്ച് സമയം നമ്മൾ ബ്രേക്ക് ഔട്ട് റൂമിലേക്ക് പോയിട്ട് ഈ ചോദ്യങ്ങൾ ഞാൻ സ്ക്രീനിൽ തന്നെ ഇട്ടേക്കാം. ഈ ചോദ്യങ്ങൾ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുക. ആമേൻ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? ഹൗ ഡസ് ദ ഹോളി സ്പിരിറ്റ് വർക്ക് ഇൻ യു ആസ് യുവർ ഹെൽപ്പർ? അതായത് നമ്മൾ ആദ്യം പഠിച്ച കാര്യം, പരിശുദ്ധാത്മാവ് സഹായിയാണ്. അപ്പോൾ നിങ്ങളുടെ സഹായിയായി പരിശുദ്ധാത്മാവ് നിങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, സഹായകനിൽ നിന്ന് നിങ്ങൾ സഹായം സ്വീകരിക്കുന്നുണ്ടോ? ആർ യു സീക്കിംഗ് ദ ഹെൽപ്പ് ഫ്രം ദ ഹെൽപ്പർ, ദ ഹോളി സ്പിരിറ്റ്? അപ്പോൾ അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം സ്വീകരിച്ചതിനാൽ എന്തൊക്കെ ഫലമുണ്ടായി, എന്തൊക്കെ രീതിയിൽ നമുക്ക് മാറാൻ സാധിച്ചു, എന്തൊക്കെ രീതിയിൽ നമുക്ക് മുന്നേറാനായിട്ട് സാധിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അതുവഴി മറ്റുള്ളവർക്കും പ്രചോദനമാകാനായിട്ട് സാധിക്കും. അനദർ തിങ് ഈസ്, ഹൗ ഡു വി ബെയർ ഫ്രൂട്ട്? നമ്മൾ എങ്ങനെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ച്. അതുപോലെ യേശുവിൽ നിലനിൽക്കുന്നതിനും അതിലൂടെ ധാരാളം ഫലം കായ്ക്കുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതേക്കുറിച്ച് ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ആത്മാവിൻ്റെ വരങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കരുതുന്നു. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളിലുള്ള ആത്മാവിൻ്റെ വരങ്ങൾ എന്താണെന്ന് നിങ്ങൾ കരുതുന്നു. ഐഡന്റിഫൈ ദോസ് ഗിഫ്റ്റ്സ്. അതുപോലെ ആ ദാനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെ സേവിക്കും എന്നുള്ള തീരുമാനം കൂടി എടുത്ത് പരസ്പരം ഷെയർ ചെയ്യും.